ഹലോ നമസ്കാരം, സായി ആർട്സിൽ നിന്നും സുമനാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരു ചെറിയ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ കുറച്ച് വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ക്രിസ്മസ് മോഷൻ ഗ്രാഫിക്സ് അനിമേഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഒരുപാട് എക്സ്പെക്റ്റൊന്നും ചെയ്ത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തേക്കുന്നൊരു ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ നിന്ന് പ്ലേ ചെയ്യാം. ഇതേപോലെ ഒരു ചെറിയൊരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ ഫ്രീ പിക്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തൊരു പിക്ചറാണിത്. ഒരു ഇല്ലുസ്ട്രേറ്ററിനകത്ത് എടുക്കാൻ പറ്റിയ പിക്ചറുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ ലെയർ ബൈ ലെയറായിട്ട് നമ്മളിവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ലെയറായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ഫയലായിട്ട് തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ വന്നതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യാം. ഞാനൊരു പുതിയ കോമ്പോസിഷനായിട്ട് പുതിയൊരു ഫയലായിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ഫയൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഏത് ഫയലാണോ ക്രിസ്മസ് മോഷൻ ഗ്രാഫിക്സ് എന്ന ഫയൽ നമ്മുടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇമ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ട് കൈൻഡ് കോമ്പോസിഷനുണ്ട്, ഫുട്ടേജുണ്ട്. നമുക്കിവിടെ കോമ്പോസിഷൻ മതി. കോമ്പോസിഷനകത്ത് തൊട്ട് താഴെ ലെയർ സൈസുമുണ്ട്, ഡോക്യുമെൻ്റ് സൈസുമുണ്ട്. പഴയ ക്ലാസ്സുകളിലെല്ലാം ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഡോക്യുമെൻ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ എത്രയാണോ, ഇപ്പോൾ 1920 1080 സൈസാണോ ആ സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ പിക്ചറുകളും. ലെയർ സൈസ് ആകുമ്പോൾ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ കണ്ട ചെറിയ പിക്ചർ ലെയറാണോ ആ ലെയർ സൈസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ലെയർ സൈസ് കൊടുക്കുന്നത്. അപ്പോൾ ലെയർ സൈസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേന് ശേഷം കോമ്പോസിഷൻ 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ കോമ്പോസിഷൻ ഡയറക്റ്റ് അതേപോലെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്തു വെച്ചേക്കുന്ന ഫയൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി, ആഫ്റ്റർ എഫക്ട്സിലും ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമുക്കിതിനകത്ത് ലെയറുകളെ നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ലെയർ, ഓക്കെ, ബാക്കിലിട്ടേക്കുന്ന ആ ഒരു വൈറ്റ് ഒരു ബാളിൻ്റെ ലെയർ, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബാൾ തൂക്കിയിടാൻ പറ്റിയ ആ ഒരു ക്ലിപ്പ്, അതോടൊപ്പം തന്നെ ഒരു മറ്റേ അപ്പൂപ്പൻ, എന്താ പറയുക, ക്രിസ്മസ് അപ്പൂപ്പനും പരിഹാരങ്ങളും പോകുന്നൊരു ഇമേജസ്, അതിനോടൊപ്പം തന്നെ നമ്മൾ റെഡ് കളറിൽ തന്നെ ആ ട്രീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ നമ്മൾ ടെക്സ്റ്റുകളൊക്കെയാണ്. ഓക്കെ, നമുക്കാദ്യം ബാക്ക്ഗ്രൗണ്ട് ലെയർ ഓൺ ചെയ്യുന്നു. അതിന് തൊട്ട് പുറകെ ലെയർ 5, അതിന് തൊട്ട് പുറകെ അതിൻ്റെ ആ ഒരു തൂക്കിടാനുള്ള ആ വള്ളി കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടി നമുക്കിതിൻ്റെ പാൻ ബിഹൈൻഡ് ടൂൾ, ഇപ്പോൾ നമുക്ക് റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് റൊട്ടേറ്റ് ആവുന്നത് അല്ലേ. അതിന് വേണ്ടി നമ്മൾ പാൻ ബിഹൈൻഡ് ടൂൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യുക. തൊട്ട് മുകളിലത്തെ ലെയറിലെയും ആ പോയിൻ്റ് പിവോട്ട് പോയിൻ്റാണ്, അതെടുത്ത് തൊട്ട് മുകളിലേക്ക് ഏറ്റവും ടോപ്പിൽ വയ്ക്കുക. അപ്പോൾ നമുക്കതിൻ്റെ രണ്ടിൻ്റെ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ആ പിവോട്ട് പോയിൻ്റ് എവിടെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്കത് അനിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ തമ്മിൽ കണക്റ്റ് ചെയ്യണം. എന്ന് ഞാൻ പാരൻറ്റിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലെയർ 5 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാരൻ്റ് ഓപ്ഷനിൽ വന്നതിന് ശേഷം ലെയർ 7 സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ലെയർ 7 മൂവ് ചെയ്യുന്നതനുസരിച്ച് ഒപ്പം തന്നെ നമ്മുടെ ആ ബാളും ഇതോട്ട് കണക്റ്റായി. ഇനി നമുക്ക് തൊട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലെയർ ജസ്റ്റ് മുകളിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അനിമേഷനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കത് കണക്റ്റഡായി. ഇനി ഇതിൻ്റെ അനിമേഷൻ ആദ്യം നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് റൊട്ടേഷനിൽ കീ കൊടുക്കുന്നു. ഫസ്റ്റ് ഫ്രെയിം കീ കൊടുത്തതിന് ശേഷം ഒരു മൈനസോ എത്രയാ വെച്ചാൽ കൊടുക്കുക. ഒരു -33 കൊടുക്കുന്നു. -33 കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് 1-2 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് അത് 0 കൊടുക്കുക. ഒരു 4 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ടുപുറത്ത് കൊടുത്തത് 33 ആണ്, അത് +33 ആക്കുക. അപ്പോൾ നമ്മുടെ അനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അനിമേഷൻ നടക്കുന്നത് വളരെ സ്ലോയിലാണ് അനിമേഷൻ പോകുന്നത്. ഇനി ആ അനിമേഷനെ നമുക്ക് ഗ്രാഫിലൂടെ സ്മൂത്ത് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് ആ ലെയർ കീ ഫ്രെയിം കീ ഫ്രെയിമുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കീ ഫ്രെയിം അസിസ്റ്റിനകത്ത് ഈസ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നമുക്ക്
കണ്ടോ സ്ലോയിൽ നിന്ന് ഫാസ്റ്റായി. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഗ്രാഫിൽ പോയതിന് ശേഷം ഇതാ ഈ പോയിൻ്റ് ഉണ്ടോ ജസ്റ്റ് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത പോയിൻറ്റും അതേപോലെ തന്നെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഓക്കെ കണ്ടോ. അപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് പോയി നിൽക്കുകയാണ് ചെയ്യുന്ന അനിമേഷൻ അല്ലേ. നമുക്കത് ലൂപ്പിങ് അത് എത്ര ഫ്രെയിം ഉണ്ടോ അത്രയും ഫ്രെയിം അതേപോലെ അനിമേഷൻ ആവണമെങ്കിൽ ജസ്റ്റ് റൊട്ടേഷൻ്റെ അവിടെ അത് സെലക്ട് ചെയ്യുക. ഇവിടെ കീ ഫ്രെയിം ഉണ്ടല്ലോ നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നത് അവിടെ സെലക്ട് ചെയ്യുന്ന ശേഷം ഒന്ന് ആൾട്ട് പ്രസ് ചെയ്ത് ഈ ടൂഗിൾ കീയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഓപ്ഷൻ വരും. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ റൊട്ടേഷൻ സെലക്ട് ചെയ്യുക. ആനിമേഷനകത്ത് ആഡ് എക്സ്പ്രഷൻ എന്ന് പറയും. അവിടെ പോയതിന് ശേഷം ലൂപ്പ് ഔട്ട് എടുക്കുക. അതിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് പിങ് പോങ് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം ജസ്റ്റ് പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ആനിമേഷൻ എവിടെ വരെ ഉണ്ടോ അവിടെ വരെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ആനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ലൂപ്പ് ഔട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് 3 ഫ്രെയിമേ നമ്മൾ അനിമേഷൻ ചെയ്തിട്ടുള്ളൂ. ആ 3 ഫ്രെയിം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ലൂപ്പിങ് വർക്ക് ചെയ്യും. ഇനി കറക്റ്റ് സെൻറ്റർ ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്കിപ്പം ആനിമേഷൻസ് ഇപ്പം തൊട്ട് താഴത്തെ കീ ഫ്രെയിം റൊട്ടേഷൻസ് കീ കൊടുക്കുക. ഫസ്റ്റ് ഫ്രെയിമിൽ അനിമേഷൻ കീ ഓക്കെ കുറച്ചൊന്ന് ബാക്കിലേക്ക് -21 വന്നു. തിരിച്ചുവിടെ വന്നതിന് ശേഷം ഈ ഫ്രെയിമിലും കൊണ്ടുവച്ചിട്ട് 21 ഓക്കെ. അപ്പോൾ നമുക്ക് അനിമേഷൻ ഓക്കെ കണ്ടോ. അപ്പോൾ അതും ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം F9 ക്ലിക്ക് ചെയ്താലും മതി, ഗ്രാഫ് സ്മൂത്ത് ആവും. ഇനി നമുക്ക് ബാക്കിയുള്ള ലെയർ ആക്റ്റീവ് ആക്കാം. തൊട്ട് അടുത്ത ലെയർ എന്താണ്, നമുക്ക് ആ ഒരു ക്രിസ്മസ് അപ്പൂവിൻ്റെ ആനിമേഷനാണ്. അതിൻ്റെ പൊസിഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് പുറത്തുപോയിട്ടേക്ക് അങ്ങ് വലിച്ച് നീട്ടുക. വലിച്ചത് കുറച്ച് മുന്നേ വലിച്ച് മാറ്റുക. അതിനുശേഷം ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ സോറി കീ ഫ്രെയിം കൊടുത്തില്ല, പൊസിഷൻ കീ കൊടുക്കുക, ലാസ്റ്റ് ഫ്രെയിം കീ കൊടുക്കുക, ഹോൾഡ്. ഇനി ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഇവിടേക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് അനിമേഷൻ നോക്കി കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതവിടെ ഒടിഞ്ഞണക്കുലിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ലൂപ്പിംഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷനകത്ത് നമുക്ക് ആ ലൂപ്പിംഗ് കൊടുക്കാത്തതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെയും ജസ്റ്റ് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക. അനിമേഷനിൽ ആഡ് എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം ലൂപ്പ് ഔട്ട് എൻ്റർ ചെയ്യുക. ഡബിൾ കോട്ട്സ് കൊടുത്തതിന് ശേഷം അവിടെ പിങ് പോങ് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇതിലും എന്താണ് ലാസ്റ്റ് അനിമേഷൻ വരെയും ആ ഒരു അനിമേഷൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി മറ്റ് ലെയറുകൾ ആക്റ്റീവ് ആക്കുക. ഓക്കെ, ആ ഒരു ട്രീയുടെ ലെയർ ആക്റ്റീവ് ആക്കുന്നു. ഇനി നമുക്കുള്ള ടെക്സ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ടെക്സ്റ്റ് ഇതാണ്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ആ ലെയർ ഇടാം. ഇട്ടതിന് ശേഷം ആ ലെയറിൻ്റെ പിവോട്ട്, സെൻറ്റർ പിവോട്ട് നമുക്ക് പാൻ ബിഹൈൻഡ് ടൂൾ ഉപയോഗിച്ച് ഏറ്റവും താഴെ കൺട്രോൾ പ്രസ് ചെയ്യാൻ ഡയറക്റ്റ് സ്നാപ്പായിട്ട് വരും ഇവിടെ. ഓക്കെ, അതിനുശേഷം ലെയറിനെ 3D ആക്കുക. 3D ആക്കിയതിന് ശേഷം റൊട്ടേഷൻ എടുത്തിട്ട് -98 ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ അനിമേഷൻ നടക്കുന്ന സമയത്ത് ഒരു 4-5 ഫ്രെയിമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് റൊട്ടേഷന് കീ കൊടുക്കുക. അതിനോടൊപ്പം ഷിഫ്റ്റ് T പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പാസിറ്റി വരും. ഒപ്പാസിറ്റി കീ കൊടുക്കുക. ഒപ്പാസിറ്റി സ്റ്റാർട്ട് ഫ്രെയിം 0 ആയിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ഹൈഡിങ് അറിയാൻ പറ്റുന്നതാണ്. കണ്ടോ. അപ്പോൾ അത് ഇല്ലാതാകാൻ വേണ്ടി നമുക്ക് 0 കൊടുക്കുക. നെക്സ്റ്റ് ഫ്രെയിം കുറച്ച് മുന്നോട്ട് ശേഷം 100 കൊടുക്കുക. ഒരു 6 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് 0 കൊടുക്കുക. ഓക്കെ, നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇനി അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് F9 പ്രസ് ചെയ്യുക. ഗ്രാഫിൽ പോയതിന് ശേഷം ജസ്റ്റ് ഗ്രാഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡപ്പായിട്ട് ഓക്കെ. ഇനി നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള അനിമേഷൻസ് മേരി എന്നുള്ളതും ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളതും അനിമേഷനായി വരണം. അപ്പോൾ ജസ്റ്റ് മേരി എന്ന ലെയർ അതിൻ്റെ പൊസിഷൻ എടുത്തതിന് ശേഷം ആദ്യമേ കീ കൊടുത്ത് കുറച്ച് മുന്നോട്ട് മാറ്റി വെച്ചതിന് ശേഷം താഴോട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ,
അതിനും F9 പ്രസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഗ്രാഫ് എഡിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്മൂത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മാസ്ക് ആവണം. മാസ്ക് ആവാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് നോർമലി നമുക്ക് ഈ റെക്റ്റാങ്കിൾ ടൂൾ വെച്ച് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ലെയർ സെലക്ട് ചെയ്തിട്ട് മാസ്ക് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ആ ഷേപ്പ് മാസ്ക് ആവും, പക്ഷേ നമ്മുടെ അനിമേഷനോടൊപ്പം തന്നെ ആ മാസ്കും അനിമേറ്റായി പോകും. അപ്പം അതിന് പകരം നമുക്ക് സെപ്പറേറ്റ് ഒരു മാസ്ക് കൊടുക്കണം. മാസ്ക് കൊടുക്കാൻ വേണ്ടി അതായത് ആ മാസ്ക് കൊടുത്തിട്ട് നമുക്ക് ആൽഫ കൊടുക്കാൻ വേണ്ടിയാണ് അത് മാസ്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് പുറത്തെവിടെയെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് ലെയറുകളൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. സെലക്ട് ചെയ്യാതെ അൺസെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഷേപ്പ് എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് പാത്ത് ടൂളായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പാത്ത് ടൂളായിരിക്കും. ആ പാത്ത് ടൂൾ ജസ്റ്റ് വരച്ചതിന് ശേഷം നമ്മുടെ ലെയർ ഉണ്ടല്ലോ, ലെയർ 8 ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതവിടെ ആൽഫ എന്തെടുക്കുക, അവിടെ നോ മാറ്റ് ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ മാറ്റായി കൊടുക്കുമ്പോൾ നമുക്ക് അനിമേഷൻ കിടക്കുന്നത് അതിനകത്തുനിന്ന് മാസ്ക് ആയിട്ട് വരുന്നത് കണ്ടോ. പിടി കിട്ടിയല്ലോ. ഇനി അടുത്ത ലെയർ ഏതാണ്? തൊട്ട് താഴത്തെ ലെയർ. ഓക്കെ, ഇതിൻ്റെ അനിമേഷൻ നമുക്ക് പൊസിഷൻ എടുത്തിട്ട് കീ കൊടുക്കുക, കുറച്ച് മുന്നോട്ട് നീക്കി വെച്ചിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം. ഇതും F9 പ്രസ് ചെയ്ത് ജസ്റ്റ് ഗ്രാഫ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് സൂം ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ലെയറും ജസ്റ്റ് അൺസെലക്ട് ചെയ്യുക. ലെയറുകളെല്ലാം അൺസെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം ആ ഷേപ്പ് ചിലപ്പോൾ ഏറ്റവും മുകളിലായിരിക്കും വരുന്നത്. നമുക്ക് വേണ്ട ലെയറിൻ്റെ തൊട്ട് മുകളിലേക്ക് ഇതെന്തിനെ കൊണ്ടിടുക, ആ ലെയറിനെ കൊണ്ടിട്ടതിന് ശേഷം നമുക്ക് മാറ്റ് ആവേണ്ട ടെക്സ്റ്റ് ലെയർ ഏതാണോ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നൺ മാറ്റിയിട്ട് ആൽഫ മാറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് അനിമേഷൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടിൻ്റെയും കൂടെ അനിമേഷൻ്റെ ഒരു ടൈമിങ് കറക്റ്റ് ചെയ്യാം. ഇവിടെയും യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ നമുക്കറിയാൻ പറ്റും. കണ്ടോ, അത് രണ്ടും ഒരേ ടൈമിങ്ങിൽ നമുക്ക് വരണം. ഓക്കെ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അനിമേഷനാണ്. ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ അനിമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആരും മിസ്യൂസ് ചെയ്യരുത്, കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നത് എൻ്റെ ടെലിഗ്രാം ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ള പ്ലഗിൻസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്സപ്പ് ചാനലുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നോട്, ഞാനത് ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. ഓക്കെ, ബൈ.